ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സർപ്രൈസ് ബ്രൈറ്റ് ടു ബി ആണ് ഗൈസ്. കാരണം നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടിയുടെ കല്യാണമാണ് ഈ മാസം 20-ാം തീയതി. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ പ്ലാനിങ്ങും ഐഡിയാസൊക്കെ തന്നത് ആൻറ്റി ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. എല്ലാവരും റൂമിൽ വന്ന ആൻറ്റി നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ പ്ലാനിങ്, ഒരു ക്ലൂ പോലും ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങോടുകൂടി നടത്തിയതൊരു സർപ്രൈസായിരുന്നു ഇത്. അങ്ങനെ ഇതാണ് നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെക്കറേഷൻ സാധനങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അശ്വതിയുടെ പാർട്ടി സ്പോട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വക എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് പാർട്ടി സ്പോട്ടിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ഇത് പനമ്പള്ളി നഗറിൽ വോക്ക് വേയുടെ തൊട്ട് ഓപ്പോസിറ്റിലേക്കുന്ന ഒരു കടയാണ് കേട്ടോ ഈ ഒരു പാർട്ടി സ്പോട്ട് എന്ന് പറയുന്നൊരു ഷോപ്പ്. സോ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി സ്പോട്ട്. സോ ഇതാണ് നമ്മുടെ ബ്രൈഡ് ഇറങ്ങി വരുന്നുണ്ട്. ഫുള്ളി സർപ്രൈസ്ഡ് ആയിട്ടാണ് ആൾ ഇറങ്ങി വരുന്നത്. ഒരു ക്ലൂ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ മാരകമായ രീതിയിൽ അഭിനയങ്ങൾ കഴിച്ചു വയ്ക്കുകയുണ്ടായി. സോ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആ ഒരു ചമ്മലും എന്തൊക്കെയോ അതൊക്കെ ആ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പേര് ഫക്മ എന്നാണ്. ആളുടെയാണ് കല്യാണം കേട്ടോ. ഓക്കെ, അപ്പം ആളിതാ ഇറങ്ങി വരുന്നത്. അപ്പോൾ റൂംമേറ്റ്സ് എന്താ നമുക്ക് ആ ഷോപ്പ് വരെ പോകാം, നീ റെഡിയാവുക എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വെളിയിലായിരുന്നു സെറ്റ് ചെയ്തത്. അകത്ത് സെറ്റ് ചെയ്താൽ എന്തായാലും ആളറിയും, ഇറങ്ങി വരും നമുക്കറിയാം. അപ്പം വെളിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഗൈസ് ഇത്. അപ്പം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് അറേഞ്ച് ചെയ്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒട്ടും ഒരു ക്ലൂവും കൊടുക്കത്തില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് സർപ്രൈസായിപ്പോൾ. ഒട്ടും വിചാരിക്കാത്ത നടത്തിയൊരു പരിപാടിയായിരുന്നു. സോ ആ ഒരു ബഡ്ജറ്റ് കൊടുക്കുന്നത് അവിടുത്തെ റൂംമേറ്റാണ് കേട്ടോ, ബ്രൈഡിൻ്റെ റൂംമേറ്റാണ്. സോ ബ്രൈഡിൻ്റെ പേര് ഫക്മ എന്നാണ്. സോ ഇതാ കേക്കാണ്, ഇത് കണ്ടില്ലേ, കേക്ക് നട്ടി ബബിൾ എന്ന കേക്കായിരുന്നു. ഈ കേക്കിൻ്റെ സ്പോൺസറും ആൻറ്റി തന്നെയാണ്. ഓക്കെ, അപ്പം ആൾക്ക് ഒരുപാട് സന്തോഷമായി. ഇതാ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് പോകാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മിരന്നത് എന്നെ കണ്ടില്ലേ ചിരിച്ച് മറിഞ്ഞ് കൊണ്ട് നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ എല്ലാവരും ഇത് ഹോസ്റ്റലിലെ കുറേ കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഫോട്ടോസിനായിട്ട് എടുക്കാൻ ഇങ്ങനെ നിൽക്കുന്നു. ബ്ലാക്ക് ഷോൾ ഇട്ട് നിൽക്കുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ ആൻറ്റിയാണ്. മാസ്റ്റർ ബ്രെയിനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൻറ്റി ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആൾ, സൂത്രധാര. ഓക്കെ, അപ്പം കണ്ടില്ലേ, ഇതാണ്. ഭയങ്കരമായിട്ട് സന്തോഷമായി, എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഇനി ഫക്മയുടെ 2 വാക്കുകളിലേക്ക് പോകും. ഭയങ്കരമായിട്ട് സർപ്രൈസായി. അതുകൊണ്ട് തന്നെ ആൾ കുറേ താങ്ക് യു ഒക്കെ എല്ലാവരോടും പറഞ്ഞു. ഇത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു, കാരണം അത്ര എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ആ ഒരു സർപ്രൈസും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്ന് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കല്യാണത്തിൽ വരണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആൾ പറയുകയാണിത് ഇവരെയൊക്കെ പുതിയതാണ്, ഇവരൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, എങ്കിൽ അവരെല്ലാവരും കൂടെ എൻ്റെ ഈ ഒരു പരിപാടിക്ക് വന്നു, ഒരുപാട് സന്തോഷം, എല്ലാവരും കല്യാണത്തിന് വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഗ്രൂപ്പായിരുന്നു ഇത് മീരയില്ലാത്തൊരു പരിപാടി ഇവിടെ ഇല്ല. മീരയാണല്ലോ മെയിൻ. ഇത് ആൻമരിയാണ് കേട്ടോ. അത് നമ്മുടെ റൂമിലെ കുട്ടിയാണ്. അങ്ങനെ കേക്ക് മുറിച്ചു. അപ്പം പാട്ടിൻ്റെ പാടമെന്ന് അറിയത്തില്ല. ഹാപ്പി ബർത്ത്ഡേ എന്നെങ്കിലും പാടായിരുന്നു. ഇപ്പോൾ ബ്രൈറ്റ് ടു ബി ഇപ്പോൾ എന്ത് പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം എല്ലാവരും കൂടെ കൈയടിച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൻറ്റിക്ക് കൊടുക്കണം. അപ്പോൾ ആൻറ്റി ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൻറ്റി എനിക്ക് വേണ്ട, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ആൻറ്റിക്കാണല്ലോ ഫെസ്റ്റിവൽ കൊടുക്കട്ടെ, ആൻറ്റിയാണല്ലോ ഇതിൻ്റെ മെയിൻ ആസൂത്രക. സോ ആൾക്ക് കേക്കൊക്കെ കൊടുത്തു. ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ എന്താ പറയുക, ഞാൻ ഇതുവരെ ബ്രൈറ്റ് ടു ബി ഒന്നും കൂടിയിട്ടില്ലാത്ത, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബ്രൈറ്റ് ടു ബി ആയിരുന്നു ഇത്. അങ്ങനെ ബ്രൈറ്റ് ടു ബിയിലൊന്നും എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ബ്രൈറ്റ് ടു ബിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ബ്രൈറ്റ് ടു ബി ഞാൻ അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, അങ്ങനെ ആൻറ്റി ചെയ്ത കേക്കൊക്കെ മുറിച്ച് ഇവിടെ ആര് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ള ചർച്ചയിലായിരുന്നു. അവസാനം ഞങ്ങളെല്ലാവരും പിന്നെ ആൻറ്റി മുറിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇതാ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, സാന്ദ്രയുണ്ട്, മീരയുണ്ട്, ആൻമരിയുണ്ട്. ആൻമരിയ നമ്മുടെ റൂമിലെ കുട്ടിയാണ് കേട്ടോ. അവളും കരിയാണ്. പിന്നെ ഇതാണ് മീരാനാഥിൻ്റെ പ്രകടനങ്ങളായിരുന്നു പിന്നെ അവിടെ മുഴുവൻ. കാരണം എല്ലാവരും നേരെ നിന്ന് കേക്ക് തിന്നപ്പോൾ പുള്ളിക്കാരി മാത്രം വിട്ടത് തിരിഞ്ഞ് നിന്ന് കേക്ക് തിന്നുന്ന കുറച്ച് പീസ് എല്ലാവർക്കും കൊണ്ട് വേണോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വായി വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, എന്താ പറ്റിയതെന്നൊന്നും അറിഞ്ഞൂടാ. മുറ്റത്ത് പോയിട്ട് തിരിഞ്ഞ് എന്നിട്ട് അവൾ കേക്ക് തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പം റൂമിലെ കുട്ടി നോക്കുകയാണ്, ഇവളെന്നെ കിടന്ന് കാണിക്കുന്നതെന്ന്. അപ്പോൾ അവളോട് ചോദിക്കുന്നത് നിനക്കും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കണ്ടില്ലേ,
ക്യാമറ പൊത്തടി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാം അഴിച്ചു വെക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ മീര ഏതാണ് കിടന്ന് കാണിക്കുന്നുണ്ട്, അവളെല്ലാം അഴിച്ചു വെക്കുന്നത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ബ്രൈറ്റ് ടു ബിയുടെ ഒരു പരിപാടി. അപ്പം എല്ലാവർക്കും ഈ ഒരു സർപ്രൈസ് ബ്രൈറ്റ് ടു ബി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മീരയുടെ പ്രകടനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്, എന്തോ പറ്റിയ കേക്ക് എന്നതിന് ശേഷം പുള്ളിക്കാരി ഇങ്ങനെയായിരുന്നു കുറച്ച് നേരത്തേന്. പിന്നെ എന്താണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, ടാറ്റാ ടാറ്റാ.